Good morning, all. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Morning, ma'am. Good morning, ma'am. Can you sort the hospital acquired infection? Clear or Okay. Hospital acquired infections in the symptoms very analyze. Can you do sort of the Adaya? Okay. Next, Next, source of infection in the hospital. Hospital acquired infections. HAE varan infections varan സാധ്യതയുള്ള sources ഉറവിടങ്ങള് ഏതെല്ലാമാണ് പറഞ്ഞ ഏതെല്ലാമായിരിക്കും എവിടെ നിന്നൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം പകരാം ഏരിയയിൽ കൂടി പകരാം അല്ലെ ഓരോരുത്തരായിട്ട് പറഞ്ഞേ ഏരിയയിൽ കൂടി പകരാം പിന്നെ ഇപ്പൊ നമ്മ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ ബ്ലഡ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ കൂടെ അല്ലെ ബ്ലഡ് കൊണ്ടോ ബോഡി ഫ്ലൂയിഡ് കൊണ്ടോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ നിന്ന് പകരാം വാട്ടർ ഫുഡ് അല്ലെ അതിലെ കൂടി പകരാം പിന്നെ വിസിറ്റേഴ്സ് അതർ പേഷ്യൻസ് അല്ലെ അത് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളിൽ നിന്ന് വിസിറ്റേഴ്സിൽ നിന്ന് പകരാം other patients. Equipment. Uminide, okay. Body fluid mask. Okay. Objects. Hospital person, hospital staff കളിൽ നിന്ന് പകരാം അല്ലെ ഹോസ്പിറ്റൽ ജീവനക്കാരിൽ നിന്ന് പകരാം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മ പറഞ്ഞല്ലോ കുറേയൊക്കെ പേഷ്യൻസ് അതർ പേഷ്യൻസിൽ നിന്ന് പകരാം അല്ലെ നോക്കാം ഇപ്പൊ നിങ്ങൾ പറഞ്ഞേക്കുന്ന തന്നെയാണ് ഇതിലും പറഞ്ഞേക്കുന്നത് സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദി ഹോസ്പിറ്റൽ ഏതൊക്കെയാണ് അതർ പേഷ്യൻസ് അല്ലെ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരു പേഷ്യന്റിൽ നിന്ന് നമുക്ക് അല്ലെ വേറൊരാൾക്ക് ആദ്യത്തെ ഇൻഫെക്ഷൻസ് പകരാം വിസിറ്റേഴ്സ് എന്താണ് ഒരാള് അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാല് അവരെ കാണാൻ വരുന്ന വിസിറ്റേഴ്സ് അല്ലെ സന്ദർശകര് റിലേറ്റീവ്സ് ആവാം കൊളീഗ്സ് ആവാം അല്ലെ ഫ്രണ്ട്സ് ആവാം ആരാവാം അല്ലെ അപ്പൊ വിസിറ്റേഴ്സിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് ബാധ വരാം നെക്സ്റ്റ് ഹോസ്പിറ്റൽ പേഴ്സൺ എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരല്ലേ ആരൊക്കെ ആവാം ഡോക്ടർ ആവാം നേഴ്സ് ആവാം മറ്റു ടെക്നിക്കൽ സ്റ്റാഫുകളാകാം അല്ലെ ആര് വേണമെങ്കിലാവാം അതർ ഹോസ്പിറ്റൽ സ്റ്റാഫുകളിൽ നിന്ന് പകരാം സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട് അല്ലേ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യുക അതല്ലെങ്കിൽ സർജറി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അല്ലെ ഡോക്ടറിനെങ്ങാനും ഇൻഫെക്ഷൻ ബാധ ഉണ്ടാകാം അതല്ലെങ്കിൽ ഹൈജീനിക് അല്ലാത്ത രീതിയിൽ അല്ലെ വൃത്തിയല്ലാത്ത രീതിയിൽ ശുചിയല്ലാത്ത രീതിയിൽ സർജറി പ്രൊസീജിയേഴ്സ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെ അങ്ങനെയൊക്കെ പടർന്നൂടെ സർജിക്കൽ പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ട്
നെക്സ്റ്റ് എയറിൽ കൂടി, വായുവിൽ കൂടി പകരാം അല്ലെ. ഒരു ഇൻഫെക്ഷൻ ബാധയുള്ള ഒരാള് ചുമയ്ക്കുകയോ ആൾ തുമ്മുകയോ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ആളുടെ ശരീരത്തിൽ നിന്ന് പാത്തജൻസിനെ അല്ലെ, മൈക്രോ ഓർഗാനിസംസിനെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? വായുവിലേക്ക് അല്ലെ, എയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അത് കുറച്ചു നേരം, ആ രോഗാണുക്കള് കുറച്ചു നേരം ഇവിടെ ഉണ്ടായിരിക്കും, വായുവിൽ ഉണ്ടായിരിക്കും അല്ലെ, എയറിൽ തങ്ങി നിൽക്കും. അതെന്ത് ചെയ്യാം? വേറൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാം. നെക്സ്റ്റ് വാട്ടർ ഓർ ഫുഡ് അല്ലെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഹൈജീനിക് അല്ലാത്ത വെള്ളത്തിൽ കൂടിയും ഫുഡിൽ കൂടിയും ഭക്ഷണത്തിലൂടെയും ഇൻഫെക്ഷൻസ് ബാധ വരാം. നെക്സ്റ്റ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ. കഴിഞ്ഞ ദിവസം മിസ് പറഞ്ഞല്ലോ, എന്താണ് എന്തെങ്കിലും സർജറി ഒക്കെ കഴിയുമ്പോ പേഷ്യൻസിന്റെ ശരീരം അല്ലെ, ഒരാളുടെ ശരീരം എന്താവും? വീക്കാവും അല്ലെ, ബോഡി വീക്ക് ആയി കഴിയുമ്പോ അയാളുടെ ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും? ഓപ്പർച്യൂണിസ്റ്റിക് ആവും അല്ലെ, അവസരവാദിയായിട്ട് അവര് തന്നെ ഇയാളുടെ ശരീരത്തില് ഇൻഫെക്ഷൻസ് ബാധയുണ്ടാക്കുന്നു. അതാണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ. ക്ലിയർ ആയോ ഇത്? നെക്സ്റ്റ് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് വേറൊരാളുടെ ശരീരത്തിൽ നിന്ന് ഇൻഫെക്ഷൻ ബാധ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ അതിനെതിരെ ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കപ്പെടും അല്ലെ. അപ്പോഴല്ലേ നമുക്ക് ഫീവർ ഒക്കെ വരുന്നത്? ചില സമയത്ത് അണുക്കളെ നശിപ്പിക്കുമ്പോഴല്ലേ ഫീവർ ഒക്കെ വരും, കേട്ടിട്ടില്ലേ അങ്ങനെയൊക്കെ? അപ്പൊ എന്താണ്, അങ്ങനെ ഒരു നമ്മുടെ ശരീരത്തിൽ തന്നെ നമ്മ വീക്കായിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കപ്പെടില്ല അല്ലെ. അപ്പൊ എന്ത് പറ്റും? നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള പാത്തജൻസ്, മൈക്രോ ഓർഗാനിസംസ് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം കിട്ടിയ പോലെ അവര് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാക്കുന്നു? ഇൻഫെക്ഷൻസ് ബാധ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ഫോർമേറ്റ് കണ്ടാമിനേഷൻ. ഫോർമേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് എന്നാണ്. അപ്പൊ എന്താണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള, മലിനമായിട്ടുള്ള, അതായത് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഫോർമേറ്റ് ഒബ്ജക്ട്സിൽ കൂടി നമുക്ക് എന്താണ്? ഇൻഫെക്ഷൻസ് ബാധ വരാം. ഇപ്പൊ നമുക്കറിയാം, ഒരു ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താണ് ഹാൻഡ് ലോക്ക് അല്ലെ, ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാള് റൂമിന്റെ ഡോറിന്റെ പിടിമ പിടിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ബെഡ്ഷീറ്റ്, അല്ലെങ്കിൽ ബെഡ്, അല്ലെങ്കിൽ എന്ത് എക്യുപ്മെന്റ്, അതല്ലെങ്കിൽ ടേബിൾ ടോപ്സ് അല്ലെ, ടേബിളിന്റെ ഉപരിതലമൊക്കെ എന്താണ്? ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാള് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്? വേറൊരാളുടെ ശരീരത്തിലേക്ക് വരാലോ. ഒന്നൂടെ. പിന്നെ ഡ്രെയിൻസ് അല്ലെ, ട്യൂബുകള്, ചെറിയ ട്യൂബുകൾ അല്ലെ, അതല്ലെങ്കിൽ എന്താണ്? നമുക്ക് ബെഡ് റെയിൽസ് കേട്ടിട്ടുണ്ടോ? പേഷ്യൻസ് വീഴാതിരിക്കാനായിട്ട്, പേഷ്യന്റ് വീഴാതിരിക്കാൻ എന്താണ്? ബെഡ്, നമ്മുടെ കട്ടിലിന്റെ അവിടെ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാവും അല്ലെ, അതെന്ത് ചെയ്യും? ആ സ്റ്റാൻഡ് ഉയർത്തി വെക്കും അവര് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ബെഡ് റെയിൽസും ഒക്കെ എന്താണ്? പേഷ്യന്റ് തൊട്ടിട്ടുണ്ടെങ്കിൽ, ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളെ തൊട്ടിട്ടുണ്ടെങ്കിൽ അതുമ്മ പിടിക്കുമ്പോ വരാം അല്ലെ, വേറൊരാള് അതുമ്മ പിടിക്കുമ്പോ വരാം. ചെയർ, ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാൾ ഇരിക്കുകയോ ഒക്കെ ചെയ്ത ചെയറിൽ കൂടി വരാം, അല്ലെങ്കിൽ അവരുടെ ക്ലോത്ത്സ് അല്ലെ, അതിൽ കൂടി, അതായത് ഒബ്ജക്ട്സിൽ കൂടി എന്തൊക്കെ സാധനങ്ങൾക്ക് കണ്ടാമിനേഷൻ, ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുണ്ടോ അതൊക്കെ ടച്ച് ചെയ്യുന്നതിലൂടെ, അതല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ വേറൊരാൾക്കും ഇൻഫെക്ഷൻ ബാധ വരാം. നെക്സ്റ്റ് ഡിവൈസസ്, ഉപകരണങ്ങൾ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങളിൽ കൂടി. ഡ്രെയിൻസ് എന്ന് പറഞ്ഞാല് നേരത്തെ ട്യൂബുകളില്ലേ, നമ്മ IV ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രാവീനസ്, നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് അങ്ങനെയുള്ള ചെറിയ ചെറിയ മെഡിസിൻ ഒക്കെ കേട്ടില്ലേ, നേരിട്ട് വെയിനില്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ട്യൂബുകൾ യൂസ് ചെയ്യും അല്ലെ, അങ്ങനെയുള്ള ട്യൂബുകളിൽ കൂടി വരാം. പിന്നെ എന്താണ്? കത്തീറ്ററൈസേഷൻ പ്രോസസ്സുകളുടെ ഭാഗമായിട്ട്. കത്തീറ്ററൈസേഷൻ എന്ന് പറഞ്ഞാല് യൂറിനൽ കത്തീറ്ററൈസേഷൻ ഒക്കെ കേട്ടിട്ടുണ്ടോ?
യൂറിൻ പോകുക. ഇപ്പൊ സർജറി കഴിഞ്ഞ പേഷ്യൻസിനൊക്കെ അല്ലെ, അതല്ലെങ്കിൽ യൂറിൻ ബ്ലാഡറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനൊക്കെ എന്താണ് യൂറിൻ പാസ് ചെയ്യുന്നതിനായിട്ട് ട്യൂബുകൾ ഇടും അല്ലെ, അവരെ ബ്ലാഡറിലേക്ക് നേരിട്ട് യൂറിൻ ട്യൂബുകൾ ഇടും. അപ്പൊ അങ്ങനെയുള്ള ട്യൂബുകളിൽ കൂടിയൊക്കെ കത്തീറ്ററൈസേഷൻ പ്രോസസ്സുകളുടെ ഭാഗമായിട്ടും ഇൻഫെക്ഷൻസ് ബാധ വരാം. ക്ലിയർ ആയോ? അതല്ലെങ്കിൽ സർജറി കഴിഞ്ഞ പേഷ്യൻസിന് അവരുടെ ശരീരത്തിലെ എന്താണ് പസ്, പഴുപ്പും ബ്ലഡ് ഒക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ സർജറി നടന്ന ഭാഗത്തേക്ക് എന്തിടും, ചെറിയ നേരത്തെ ട്യൂബുകൾ ഇടും. അതും ഡ്രെയിൻസ് ആണ് കേട്ടോ, നേരത്തെ ചെറിയ ട്യൂബുകൾ. അപ്പൊ അങ്ങനെയുള്ള പ്രോസസ്സുകളുടെ ഭാഗമായിട്ടൊക്കെ എന്ത് വരാം, ഡ്രെയിൻസിൽ കൂടി നേരത്തെ ട്യൂബുകളിൽ കൂടിയൊക്കെ ഇൻഫെക്ഷൻസ് ബാധ വരാം. എന്തൊക്കെയാണ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ദ ഹോസ്പിറ്റൽ? ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള ഉറവിടങ്ങൾ ഏതെല്ലാമാണ്? അതർ പേഷ്യൻസ് അല്ലെ, മറ്റ് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള മറ്റ് പേഷ്യൻസിൽ നിന്ന് വരാം. നെക്സ്റ്റ് വിസിറ്റേഴ്സ്, രോഗി സന്ദർശനത്തിന് വേണ്ടി വരുന്ന അല്ലെ, രോഗികളെ കാണാൻ വരുന്ന സന്ദർശകരിൽ നിന്ന് ഇൻഫെക്ഷൻ ബാധ വരാം. നെക്സ്റ്റ് ഹോസ്പിറ്റൽ പേഴ്സൺ, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളിൽ നിന്ന്. ആരായിരിക്കാം? ഡോക്ടർ ആയിരിക്കാം, നഴ്സ് ആയിരിക്കാം, ലാബുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ സ്കാനിങ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണിൽ നിന്ന്, സ്റ്റാഫുകളിൽ നിന്ന് ഇൻഫെക്ഷൻ ബാധ വരുന്നു. നെക്സ്റ്റ് സർജിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായി, ശസ്ത്രക്രിയാ നടപടികളുടെ ഭാഗമായി എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീനിക് അല്ല എന്നുള്ള രീതിയിൽ അല്ലെ, നല്ല വൃത്തിയില്ലാത്ത രീതിയിലാണ്, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാള് സർജറി പ്രൊസീജിയറിന് വേണ്ടി നിൽക്കുകയാണ്, അതല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റുകൾ അല്ലെങ്കിൽ സർജിക്കൽ എക്യുപ്മെന്റുകൾ ആ ആളില്, സർജറി ചെയ്യുന്ന ആളില് യൂസ് ചെയ്യുമ്പോൾ എന്ത് വരാം, ആ ആൾക്ക് ഇൻഫെക്ഷൻ ബാധ വരാം. നെക്സ്റ്റ് എയറിലെ എന്താണ് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ട് ഒരാള് ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ അയാളുടെ ശരീരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫെക്ഷൻസ് വായുവിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അല്ലെ, കുറച്ചു നേരത്തേക്ക് അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ്, മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ഇൻഫെക്ഷൻ ബാധ വരാം. നെക്സ്റ്റ് എന്താണ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ, ഫുഡ്, വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണം ഉപയോഗിക്കുന്നതിലൂടെ. നെക്സ്റ്റ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ, എന്താണ് ഒരാളുടെ ശരീരത്തിൽ തന്നെയുള്ള പാത്തജൻസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് അവർക്ക് ഒരു അവസരം കിട്ടും, അവസരം എന്താണ് അയാളുടെ ശരീരത്തിൽ തന്നെ ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും സർജറിക്ക് കഴിയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഒരുപാട് ആന്റിബയോട്ടിക്സുകൾ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ എന്താണ് കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസ്. അപ്പൊ അവർക്ക് എന്താണ്, അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും അല്ലെ, വീക്ക് ആയിരിക്കും, ബോഡി ഭയങ്കര വീക്ക് ആയിരിക്കും. അപ്പൊ അവരുടെ ശരീരത്തിൽ തന്നെ ഓർഗാനിസംസ് എന്ത് വരുത്തുന്നു, അവർക്ക് തന്നെ ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ഫോർമേറ്റ് കണ്ടാമിനേഷൻ, എന്താണ് മലിനമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഏതെങ്കിലും ഒബ്ജക്ട്സിൽ തൊടുന്നത് കൊണ്ട് ഇൻഫെക്ഷൻ ബാധ വരാം. നമുക്ക് ഈ കൊറോണ വന്ന സമയത്ത് ഒരു പരസ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഇൻഫെക്ഷൻസ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന രീതി, ഒരാൾ വന്ന് സൈൻ ചെയ്യാണ്, ഹോസ്പിറ്റലിൽ വന്ന് സൈൻ ചെയ്ത് ഇല്ലേ, അതിൽ ശരിക്കും ഇങ്ങനെ റൗണ്ട് ചെയ്ത് ആ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ഈ ഒബ്ജക്റ്റിൽ കൂടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അതിൽ ശരിക്കും. കണ്ടിട്ടുണ്ടോ അത്? ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ആനിമേഷൻ പോലെ ശരിക്കും അതിങ്ങനെ റൗണ്ട് ചെയ്ത് ആ ഇൻഫെക്ഷൻസ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അല്ലെ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്, അത് അവർ ശരിക്കും എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു രീതി. അപ്പൊ ഫോർമേറ്റ് കണ്ടാമിനേഷൻ, എന്തെങ്കിലും കണ്ടാമിനേഷൻ ആയിട്ടുള്ള മലിനമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ചെയിൻ പോലെ ഒരു ഒബ്ജക്ട്സ് മറ്റൊരാള് തൊടുന്നതിലൂടെ അയാൾക്കും ഇൻഫെക്ഷൻസ് ബാധ വരാം. ഇപ്പൊ ഒരാളെ ഇൻഫെക്ഷൻ ബാധയുള്ള ഒരാളെ ഒരു ഹോസ്പിറ്റലിൽ ഒരു റൂമിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞു, അയാൾ അവിടുത്തെ എന്തൊക്കെ ഒബ്ജക്ട്സിൽ തൊടാം? പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി സ്വിച്ച് തൊടാം അല്ലെ, സ്വിച്ച്, വാട്ടർ, ഫുഡ്, യൂറിൻ അല്ലെ, ടോയ്ലറ്റ് യൂസ് ചെയ്യാം, ബെഡ് ഉപയോഗിക്കാം അല്ലെ, പിന്നെന്താണ്
ടോയ്ലറ്റ്, ബെഡ് യൂസ് ചെയ്യാം, കോളേറ്റ് അല്ലെ, ഹാൻഡ് റെയിൽസ്, പിന്നെ എന്താണ് ട്രിപ്പ് ഇടുന്ന സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡ് തൊടാം അല്ലെ, ടേബിൾ തൊടാം, ചെയർ തൊടാം അല്ലെ. ആ ഒരു റൂമിൽ തന്നെ നമുക്ക് അത്രയും ഒബ്ജക്ട്സ് ഉണ്ട് അല്ലെ, അത്രയും ഒബ്ജക്ട്സ് പറയാം. അപ്പൊ ഹോസ്പിറ്റലിലാവുമ്പോ എത്രത്തോളം ഒബ്ജക്ട്സ് ആയി? അപ്പൊ ഒരു ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരാൾ തൊടുന്ന ഒബ്ജക്ട്സ് മറ്റൊരാൾ തൊടുന്നതിലൂടെ അയാൾക്കും ഇൻഫെക്ഷൻസ് ബാധ വരാം. നെക്സ്റ്റ് ഡിവൈസസ്, എന്താണ് ഉപകരണങ്ങളിലൂടെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഉപകരണങ്ങളിലൂടെ. ഡ്രെയിൻസ്, ചെറിയ നേർത്ത ട്യൂബ്, എന്താണ് സർജറി ഒക്കെ കഴിഞ്ഞ് ആ പേഷ്യൻസിന്റെ പസ് അതല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചെറിയ നേർത്ത ട്യൂബുകളിൽ കൂടി പകരാം. കത്തീറ്റർ, യൂറിന് കത്തീറ്ററൈസേഷൻ, അങ്ങനെയുള്ള കത്തീറ്ററൈസേഷൻ പ്രോസസ്സുകളുടെ ഭാഗമായിട്ടൊക്കെ ഇൻഫെക്ഷൻ ബാധ വരാം. ക്ലിയർ ആയോ? സോഴ്സസ് ഓക്കെ. നെക്സ്റ്റ് ഓക്കെ. Next, who is at the risk for Haronindoti? PTS ne കേൾക്കുന്നത് പേഷ്യൻസ് എന്നാണ് കേട്ടോ. പേഷ്യൻസ് നോർമൽ ഫ്ലോറ, പേഷ്യന്റിന്റെ ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ്. നമ്മ ഫസ്റ്റ് പറഞ്ഞില്ലേ, ഫസ്റ്റ് ആ പാരഗ്രാഫിൽ പറഞ്ഞില്ലേ, പേഷ്യൻസിന്റെ ശരീരത്തിൽ തന്നെയുള്ള ഒരാളുടെ ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്ന അവർക്ക് ഒരു അവസരം കിട്ടും, എന്തുണ്ടാക്കുന്നു, അയാളുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻസ് ബാധ ഉണ്ടാക്കുന്നു അല്ലേ. ഇപ്പൊ നമ്മുടെ ശരീരം എന്തെങ്കിലും സർജറി ഒക്കെ കഴിയുമ്പോൾ എന്താവും, വീക്കാവും അല്ലെ. ആ സർജറി പ്രൊസീജിയറിന്റെ ഭാഗമായി അല്ലെങ്കിൽ നമുക്ക് തരുന്ന മരുന്നുകളുടെ ഡോസിന്റെ ഭാഗമായി അല്ലേ, ഇൻജക്ട് ചെയ്യുന്ന ഡോസുകൾ മരുന്നുകളുടെ ഭാഗമായൊക്കെ നമ്മുടെ ശരീരം എന്ത് ചെയ്യും, വീക്കാവും. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ശരീരത്തില് ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കുന്നു. ക്ലിയർ ആയോ ഹരോൺ? ഓക്കെ. നെക്സ്റ്റ്, who is at risk for nosocomial infection? നോസോകോമിയൽ ഇൻഫെക്ഷൻ കൊണ്ട് ആർക്കൊക്കെയാണ് റിസ്ക്, അപകട സാധ്യത ഉള്ളത്? Those who are admitted to healthcare facilities are at risk for contracting a HAA. എന്താണ് ഹോസ്പിറ്റൽ, അതായത് ഹെൽത്ത് കെയർ ഫെസിലിറ്റി. നമ്മ പറഞ്ഞല്ലേ, ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല മറ്റുള്ള അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് പകരാമെന്നല്ലേ. എന്താണ് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ അഡ്മിറ്റ് ആക്കുന്ന എല്ലാ പേഷ്യൻസിനും, എല്ലാ ആളുകൾക്കും HAI ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷനിൽ നിന്നുള്ള റിസ്ക്, അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഫ്രം സം ബാക്ടീരിയ ദ റിസ്ക് മേ ഓൾസോ ഡിപ്പെൻഡ്. എന്താണ് ബാക്ടീരിയ മൂലമുള്ള റിസ്കും അപകടവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ്, ആരൊക്കെയാണ്? പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റ് അല്ലെ. പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ റൂംമേറ്റിന് ഇൻഫെക്ഷൻ വരില്ലേ? ഇപ്പൊ നമുക്കറിയാം റൂമുകളിലെ നമുക്ക് ചിലപ്പോ ഷെയറിംഗ് റൂം കിട്ടും അല്ലെ, അതല്ലെങ്കിൽ വാർഡുകളായിരിക്കും കിട്ടുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ കൂടെയുള്ള ആ വാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ റൂം ഷെയർ ചെയ്യുന്ന ഒരു ആൾക്ക് ഇൻഫെക്ഷൻ ബാധയുണ്ടെങ്കിൽ നമുക്ക് വരില്ലേ? ആള് യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് ആയിരിക്കും അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ആൾ ഉപയോഗിക്കുന്ന വാഷ് ബേസിനായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ, ആള് ടച്ച് ചെയ്യുന്ന സ്വിച്ച് ഒക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, റൂംമേറ്റ്സിൽ നിന്ന്, നമ്മുടെ റൂംമേറ്റ്സിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ ബാധ വരാം. നെക്സ്റ്റ്, ഏജ്, particularly if patient is more than 70 years old. നമുക്കറിയാം അല്ലെ, നമ്മൾ പറയാറുണ്ട് ചെറിയ കുട്ടികൾക്കും ഏജ് കൂടുതലുള്ളവർക്കും പെട്ടെന്ന് അസുഖങ്ങൾ വരും അല്ലെ, പറയാറില്ലേ? നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് അല്ലെ. ചെറിയ കുഞ്ഞുങ്ങൾക്കോ മുതിർന്ന അല്ലെ, ഒരു 70 years old ആയുള്ളൂ, ഒരു 65 above ആവുമ്പോ തന്നെ അവർക്ക് എന്താണ്, പ്രതിരോധ ശേഷി കുറയൂല്ലേ. അപ്പൊ അവർക്ക് എന്തുവരും, പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരാം. അപ്പൊ ഏജ് അതിനൊരു ഘടകമാണ്. 70 years old ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ബാധ വരാം.
നെക്സ്റ്റ്, ഹൗ ലോങ് പുടിൻ ഹാസ് ബീൻ യൂസിങ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സുകൾ അവര് എത്ര നാളാ യൂസ് ചെയ്യുന്നു അതിനനുസരിച്ച്. ഇപ്പൊ ചില ആളുകൾക്ക് അവരുടെ അസുഖത്തിന്റെ തീവ്രത അനുസരിച്ച് അവർക്ക് എന്താണ് ഒരുപാട് നാള് ആന്റിബയോട്ടിക്സുകൾ യൂസ് ചെയ്യേണ്ടി വരും അല്ലെ. ആന്റിബയോട്ടിക്സുകൾ അധികം യൂസ് ചെയ്യുന്നത് നല്ലതാണോ? നമുക്കറിയാം, ഇപ്പൊ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കാണെങ്കിൽ അറിയാം അല്ലെ, നമ്മ കൊച്ചുങ്ങൾക്ക് ഒരു കുപ്പി അല്ലെങ്കിൽ ഒരു 2 കുപ്പി കൊടുക്കും. പിന്നെ പറയും, നമ്മുടെ ഡോക്ടർ അടുത്ത് അഡ്വാൻസ് ആയിട്ട് പറയും അല്ലെ, ആന്റിബയോട്ടിക്സ് ഇത്ര ദിവസം 5 days അതല്ലെങ്കിൽ ഇപ്പൊ കൊടുത്തുള്ളൂ, അതിനു ശേഷം അല്ലെ എന്താണ് അത് അധികം യൂസ് ചെയ്യാൻ പാടില്ല, അത് അവരുടെ പ്രതിരോധ ശേഷിയെ നശിപ്പിച്ചു കളയും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എത്ര നാളായി അവര് ആന്റിബയോട്ടിക്സുകൾ യൂസ് ചെയ്യുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അപകട സാധ്യത വരാൻ സാധ്യതയുണ്ട്. ആന്റിബയോട്ടിക്സുകൾ അധികമായി കഴിക്കുന്ന പേഷ്യൻസിന് ചിലപ്പോ അവർ അസുഖത്തിന്റെ തീവ്രത അനുസരിച്ചായിരിക്കാം അവരിങ്ങനെ ആന്റിബയോട്ടിക്സുകൾ കഴിക്കുന്നത്. അപ്പൊ അവർക്ക് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ വരും. അപ്പൊ അവർക്കും അപകട സാധ്യത ഉണ്ട്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യത കൂടുതലാണ്. Next, whether the patient has a urinary catheter or not. ആ പേഷ്യന്റ് യൂറിനറി കത്തീറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചില ആളുകൾക്ക് ബ്ലാഡറിന് അല്ലെങ്കിൽ യുറേന്ദ്രക്കൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉള്ള, കിഡ്നിക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകള് സ്ഥിരമായി യൂറിനൽ ട്യൂബ് അല്ലേ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പൊ അവർക്ക് ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെൽ ഉണ്ട് അല്ലെ, അതിനനുസരിച്ച് അവർ പോയി ആ ട്യൂബ് മാറ്റണം അല്ലേ. അപ്പൊ അവര് എത്ര നാളായി അവര് യൂറിനൽ കത്തീറ്റേഴ്സ് യൂസ് ചെയ്യുന്നു. അതല്ലെങ്കിൽ ചിലപ്പോ 1-2 ദിവസം മാത്രമായിരിക്കും യൂസ് ചെയ്തത്, പക്ഷെ ചിലപ്പോ അവർക്കും ഇൻഫെക്ഷൻ ബാധ വരാം അല്ലെ. യൂറിനൽ കത്തീറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിലൂടെ ഇൻഫെക്ഷൻ ബാധ വരാം. എന്താണ് whether the patient has a urinary catheter or not. ആ പേഷ്യൻസ് യൂറിനൽ കത്തീറ്റേഴ്സ് യൂറിന് വേണ്ടി യൂറിൻ പാസ് ചെയ്യുന്നതിന് വേണ്ടി ട്യൂബുകൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തില്. നെക്സ്റ്റ്, ലെങ്തി ICU. അവര് ഒരുപാട് നാളായി ICU ഇന്റൻസീവ് കെയർ യൂണിറ്റില് താമസിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം ഒരു ICUയില് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഒരു പേഷ്യന്റിനെ എങ്ങനെയായിരിക്കും താമസിപ്പിക്കുന്നത്? ഭയങ്കര പ്രൊട്ടക്ഷനിലായിരിക്കും അല്ലേ. അവരെ ICUന്റെ ഉള്ളിലേക്ക് ഒരു രോഗാണുക്കളെ കടത്തി വിടാതെ അല്ലെ, അവർക്ക് പ്രത്യേകമായിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും അല്ലെ. അങ്ങോട്ട് കയറണമെങ്കിൽ എന്താണ് പ്രത്യേകമായ ഡ്രസ്സുകൾ ഇട്ടിട്ടായിരിക്കും അല്ലെ ആളുകളെ കയറ്റുന്നത്. സ്റ്റെറിലൈസ് ചെയ്ത എന്താണ് അതിന്റെ ഉള്ളിലേക്ക് കയറുന്ന ആളുകൾക്ക് എന്താണ് പ്രത്യേകമായി ഡ്രസ്സുകൾ ധരിപ്പിച്ചിട്ടായിരിക്കും അല്ലെ കയറ്റുന്നത്, ഇൻഫെക്ഷൻസ് ഒന്നും സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ. അപ്പൊ അങ്ങനെ അത്രയും സേഫ്റ്റിയിൽ ഒരു പേഷ്യന്റിനെ താമസിപ്പിച്ചിട്ട് അവരെ പെട്ടെന്ന് പുറത്തേക്ക് ഇറക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവർക്ക്? ഇൻഫെക്ഷൻ പെട്ടെന്ന് വരും അല്ലേ. പെട്ടെന്ന് വരാം. അപ്പൊ എന്താണ് ലെങ്തി ICU സ്റ്റേ, എന്താണ് ഒരുപാട് നാൾ അവര് ICUല് താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ഇൻഫെക്ഷൻ ബാധ വരാം. നെക്സ്റ്റ്, whether patient has been coma. ഒരു കോമ സ്റ്റേജില് നിങ്ങൾക്ക് തന്നെ അതൊക്കെ ആലോചിച്ച് പറയാവുന്ന ഒരു കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യന്റ്, ബോധമില്ലാതെ കിടക്കുന്ന കോമ സ്റ്റേജിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ ബോഡി എങ്ങനെയായിരിക്കും? നല്ല സ്ട്രോങ് ആയിരിക്കോ വീക്ക് ആയിരിക്കോ? അവര് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും അവരുടെ ശരീരം ഇരിക്കുന്നത്? അല്ല അല്ലെ, വീക്ക് ആയിട്ടായിരിക്കും. അപ്പൊ ഒരു വീക്ക് ആയിരിക്കുന്ന ഒരാളുടെ ശരീരത്തിലെ ഇൻഫെക്ഷൻസ് എങ്ങനെയായിരിക്കും? പെട്ടെന്ന് എഫക്ട് ചെയ്യോ? പെട്ടെന്ന് എഫക്ട് ചെയ്യും അല്ലെ. അപ്പൊ എന്താണ് whether patient has been in കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിന് എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ കൊണ്ടുള്ള റിസ്ക്, അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി ട്രോമ, ആഘാതങ്ങൾ സംഭവിച്ച പേഷ്യൻസ്, ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അല്ലെ, സർജറി കഴിഞ്ഞ പേഷ്യൻസിന്റെ ശരീരം എന്താണെന്ന് പറഞ്ഞ വീക്ക് ആയിരിക്കും അല്ലെ. ഇതേപോലെ ആഘാതങ്ങൾ, എന്തെങ്കിലും മരത്തിന്റെ മുകളിൽ നിന്ന് വീഴ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് വെച്ച് വലിയ ആഘാതങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പേഷ്യൻസ് വീക്ക് ആയിരിക്കും അല്ലെ. അപ്പൊ
അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി ട്രോമ എന്തെങ്കിലും ആഘാതങ്ങൾ പറ്റിക്കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിനും പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് ബാധ വരുന്നു. നെക്സ്റ്റ് ത്രെട്ടൻ ഇമ്മ്യൂൺ സിസ്റ്റം. എന്താണ്? പ്രതിരോധ സംവിധാനം അല്ലെ, ഇമ്മ്യൂണിറ്റി പ്രതിരോധ സംവിധാനം. ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രതിരോധ സംവിധാനം അല്ലെ. ഒരു പ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾക്ക് എന്താണ് നമ്മൾ പറഞ്ഞു, കൊച്ചു കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്ക് എന്താണ് 65 ഇയേഴ്സ് ഓൾഡ് ഉള്ള ആളുകൾക്ക് എന്താണ് പ്രതിരോധ ശേഷി കുറവായിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് പ്രതിരോധ ശേഷിക്ക് എന്തെങ്കിലും തകരാറുള്ള ആളുകൾക്കും പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ വരും അല്ലെ. നമ്മ പറയാറില്ലേ കുഞ്ഞുമക്കളുടെ കാര്യങ്ങൾ, അവരുടെ അതിലെ ഒരസുഖം പോയാൽ മതി അപ്പോഴേക്കിനും അവൻക്ക് ഇവിടെ പിടിക്കുന്നല്ലേ. നമ്മ മക്കളുടെ കാര്യത്തിൽ പറയുന്നതാണ്. വലിയൊരു അസുഖം പോയാൽ മതി അപ്പോഴേക്കിനും കുഞ്ഞിന് അസുഖം വരുമെന്ന്. അതുപോലെ പ്രതിരോധ ശേഷി കുറഞ്ഞ ആളുകൾക്കും പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് വരുന്നു. നമ്മ പറയാറില്ലേ HIV, എയ്ഡ്സ്, അവരെന്തിനെയാണ് ശരിക്കും ആ അസുഖം ബാധിക്കുന്നത്? പ്രതിരോധ ശേഷിയല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അവരെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെയാണ് അത് ബാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുവരും? പെട്ടെന്ന് അസുഖങ്ങൾ വരും അല്ലെ. ഇതുപോലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തിന് എന്തെങ്കിലും ഭീഷണികളുള്ള, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് എന്താണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ കൊണ്ടുള്ള റിസ്ക്, അപകടങ്ങൾ ഉണ്ട്. ക്ലിയർ ആയോ? ഇത് സിമ്പിൾ അല്ലേ? നെക്സ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് പകരുന്ന മോഡ്, രീതികൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ്? കോണ്ടാക്ട് ഓർ ഹാൻഡ് ഹോൺ അല്ല, ഹാൻഡ് ബോൺ ആണ് ട്ടാ. ബി ആണ് ട്ടോ അത്. ബി കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ. എന്താണ്? നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ അല്ലെ, കോണ്ടാക്റ്റിലൂടെ അല്ലെങ്കിൽ കൈവഴിയിലൂടെ, ഹാൻഡ് ബോൺ അതായത് കൈവഴിയിലൂടെ ഇൻഫെക്ഷൻസ് ബാധ വരുന്നു. മോസ്റ്റ് കോമൺ ട്രാൻസ്മിഷൻ മോഡ് ഏതാണ്? ഹാൻഡ് ബോൺ ആണ് അല്ലെ. കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ അല്ലെ സാധാരണ കോമൺ ആയിട്ട് പടരുന്ന ഒരു രീതി അല്ലെ, നേരിട്ടുള്ള കോണ്ടാക്റ്റിലൂടെ അല്ലേ. ക്വസ്റ്റ്യൻ വരാണ്ട. മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ്? കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ. നെക്സ്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഈസ് ഡിവൈഡഡ് ഇൻടു 2 സബ് ഗ്രൂപ്പ്സ്. എന്താണ്? കോണ്ടാക്ട് ട്രാൻസ്മിഷനെ രണ്ടായി തിരിക്കുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആൻഡ് സെക്കൻഡ് വൺ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഡയറക്റ്റ് കോണ്ടാക്റ്റില് this consists of a direct surface to body surface contact. ഇതെങ്ങനെയാണ് പറയുന്നത്? This consists എന്ന് പറയുന്നത് ഈ ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബോഡി, അതായത് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ നേരിട്ട് ടച്ച് ചെയ്യുന്നതിലൂടെ, കോണ്ടാക്ട് ചെയ്യുന്നതിലൂടെയാണ് ഇൻഫെക്ഷൻസ് spread ചെയ്യുന്നത്. And physical shifting of microorganisms between a host and the infected or colonized, such as when a person turns a patient, gives a bath, or does other patient's care jobs that need direct personal contact. എന്ന് വെച്ചാല് നമ്മ ഒരു പേഷ്യൻസിനെ, ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരു പേഷ്യന്റിനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അല്ലെ ഹാൻഡ് ബോൺ എന്ന് വെച്ചാല് അവരെ നമ്മ എന്താണ് പേഷ്യന്റ് കെയർ ജോബ്സുകൾ ചെയ്യും അല്ലെ. ഇപ്പൊ നമ്മുടെ ഫാദറോ അല്ലെങ്കിൽ മദറോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഹോസ്പിറ്റലൈസ്ഡ് ആയി നമ്മളാണ് അവരെ കെയർ ചെയ്യുന്നത്, അവർക്ക് ബൈസ്റ്റാൻഡർ ആയിട്ട് നിൽക്കുന്നതെങ്കിൽ നമ്മ അവരെ എന്ത് ചെയ്യും? വയ്യാത്ത ആളുകളാണെങ്കിൽ നേരിട്ട് അവരെ നമ്മൾ പിടിച്ചെണീപ്പിച്ചിരിക്കും അല്ലെ.
എണീപ്പിച്ചിരുത്തും, അവരെ ഡ്രസ്സ് മാറ്റി കൊടുക്കും, അവർക്ക് ഫുഡ് കൊടുക്കും അല്ലെ, അവരെ ബാത്റൂം ടോയ്ലറ്റ് പോകുന്നതിന് വേണ്ടി പിടിച്ച് സഹായിച്ചു കൊടുക്കും അല്ലെ. പല രീതിയിലുള്ള പേഷ്യന്റ് കെയർ ജോബ്സുകൾ നമ്മൾ ചെയ്യും അല്ലെ. അപ്പൊ എന്ത് പറ്റുന്നു, അയാളുടെ ശരീരത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട്, അതായത് ഇൻഫെക്റ്റഡ് അതല്ലെങ്കിൽ കോളനൈസ്ഡ് എന്ന് പറഞ്ഞാല് ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ആള്, അണുബാധ ഏറ്റിട്ടുള്ള ആളിൽ നിന്ന് ഹോസ്റ്റിന്റെ ശരീരത്തിലേക്ക്, അതായത് ആതിഥേയൻ രണ്ടാമത് വരാൻ സാധ്യതയുള്ള ആളിലേക്ക് എന്ത് പടരുന്നു, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നു. ക്ലിയർ ആയോ? നമ്മ എന്താണ് ഒരാളെ പേഷ്യന്റ് കെയർ ജോബ്സുകൾ ചെയ്യുന്നതിലൂടെ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ നിന്ന് ആതിഥേയന്റെ ശരീരത്തിലേക്ക്, അതായത് എന്താണ് അയാളെ പേഷ്യന്റ് കെയർ ജോബ്സിൽ അസിസ്റ്റ് ചെയ്യുന്ന ആളുടെ ശരീരത്തിലേക്ക് മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെ. ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ നിന്ന് മറ്റാളുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ അവർക്ക് എന്താണ്, അവരെ എണീപ്പിച്ചിരുത്താണ് അല്ലെ. എണീപ്പിച്ചിരുത്താന്ന് പറഞ്ഞാൽ വെറുതെ എണീപ്പിച്ചിരുത്താൻ പറ്റുമോ? അവരെ താങ്ങിപ്പിടിച്ച് അല്ലെ, അവരെ ശരീരമൊക്കെ നല്ലോണം താങ്ങിപ്പിടിച്ചൊക്കെ ആയിരിക്കും ഇരുത്തുന്നത് അല്ലെ, ചാരി ഇരുത്തുന്നത്. ചിലപ്പോ എന്താണ് അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലെ. അത്രയും വയ്യാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അവരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും. അവർക്ക് ഫുഡുകൾ വാരി കൊടുക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ഫുഡ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അവർക്ക് മരുന്നുകൾ എടുത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യുന്നത്, അങ്ങനെയുള്ള പേഷ്യന്റ് കെയർ ജോബ്സുകൾ ചെയ്യുമ്പോൾ അയാളുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള അയാളുടെ ശരീരത്തിൽ നിന്ന് ഹോസ്റ്റിന്റെ ശരീരത്തിലേക്ക് മൈക്രോ ഓർഗാനിസംസ് ഷിഫ്റ്റ് ചെയ്യുന്നു, മാറുന്നു. ഓക്കെ അല്ലേ? എന്താണ് ഡയറക്റ്റ്, എന്താണ് ബോഡി ടു ബോഡി അല്ലെങ്കിൽ സ്കിൻ ടു സ്കിൻ ടച്ചിങ്ങിലൂടെ ഇൻഫെക്ഷൻ ബാധ ഏൽക്കുന്നതാണ് ഡയറക്റ്റ് കോണ്ടാക്ട്. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാല് ഈ ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സസറീസുകൾ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ അയാളുടെ ബോഡി ഫ്ലൂയിഡ് കൊണ്ടോ ബ്ലഡ് കൊണ്ടോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് ടച്ച് ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിലൂടെ ഇൻഫെക്ഷൻ ബാധ വരുന്നതിനെയാണ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ പറയുന്നത്. ഓക്കെ, this consists of contact of susceptible host with a tainted intermediate object like a contaminated instrument, needle or dressings or tainted gloves that are not changed between patients. എന്താണ് ഇൻഫെക്ഷൻ ബാധയിൽ സസെപ്റ്റബിൾ എന്ന് പറഞ്ഞാല് വിധേയമാകുന്ന, അതായത് രണ്ടാമത് വരുന്ന ആളുടെ ശരീരത്തിലേക്ക് എന്താണ് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റുകള്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്നാണ് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഇൻസ്ട്രുമെന്റുകള്, നീഡിൽസ്, ഡ്രസ്സ് അല്ലെ, ഡ്രസ്സിങ്ങുകള്, ഓർ ടൈൻഡ് ഗ്ലൗസ്, അയാൾക്ക് ഉപയോഗിച്ച ഗ്ലൗസ് മാറ്റം ചെയ്യും. ഡോക്ടേഴ്സ് ആണെങ്കിലും എന്ത് ചെയ്യും, സിസ്റ്റർമാരാണെങ്കിലും ഗ്ലൗസ് ഇടും അല്ലെ. ഒരു പേഷ്യന്റിനെ പരിശോധിക്കുമ്പോൾ ഗ്ലൗസ് ഇടും. എന്നിട്ട് അത് ഒരു ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളെ ആണ് ആ ഗ്ലൗസ് ഉപയോഗിച്ച് അയാൾ ടെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ പരിശോധിച്ചത് എന്നെങ്കിൽ അത് മാറ്റാതെ തന്നെ, ആ ഗ്ലൗസുകളൊന്നും മാറ്റാതെ തന്നെ വേറൊരാളെ ടച്ച് ചെയ്യുക. ടൈൻഡ് എന്ന് പറഞ്ഞാല് ഇൻഫെക്ഷൻ ബാധയേറ്റ. ഒരു മിനിറ്റ് കേട്ടാ, ടൈൻഡ് അല്ല കേട്ടാ, സ്റ്റെയിൻഡ്, എസ് ചേർത്തേ. കണ്ടാമിനേറ്റഡ്, മലിനമായിട്ടുള്ള ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഗ്ലൗസുകളൊക്കെ എന്താണ്, അതൊന്നും റിമൂവ് ചെയ്യാതെ എന്ത് ചെയ്യാം, വേറൊരാളുടെ ശരീരത്തിൽ യൂസ് ചെയ്യും, എന്ത് വരാം, ഇൻഫെക്ഷൻ ബാധ വരാം. നെക്സ്റ്റ്, സ്റ്റെയിൻഡ് സർഫസ് ബൈ നീഡിൽ അല്ലെ, അവിടെ എസ് ഉണ്ട് കേട്ടാ. എന്താണ്, സൂചികൾ മുഖേന ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള നീഡിൽസ് അല്ലെ, ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള നീഡിൽസ് യൂസ് ചെയ്യുക. ഡ്രൈഡ് ബ്ലഡ് വിത്ത് ട്രാൻസ്മിറ്റ്, എന്താണ് ഡ്രൈഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ
ലാബുകളില് അതല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ എടുക്കുമ്പോ ആ ബ്ലഡുകൾ എങ്ങനെയായാലും ഒരു ഡ്രോപ്പോ 2 ഡ്രോപ്പൊക്കെ എന്ത് വീഴും? പ്രതലങ്ങളിൽ വീഴും അല്ലെ? കണ്ടിട്ടില്ലേ നമ്മ? അപ്പൊ അത് അവിടെ കിടന്ന് ഉണങ്ങാണ്. ആ ബ്ലഡ് അവിടെ കിടന്ന് ഉണങ്ങാണ്. അല്ലെങ്കിൽ ബ്ലഡ് എടുക്ക ഡ്രൈ ആവാണ്. അതല്ലെങ്കിൽ ബ്ലഡ് എടുക്കുന്ന നീഡിൽസ് ഒന്നും അവര് റിമൂവ് ചെയ്യാതെ അതൊക്കെ അവിടെ വെച്ചിട്ട് ആ ബ്ലഡും അതിലിരുന്ന് ഉണങ്ങിയിട്ട് വേറൊരാൾ അതുമ്മ ടച്ച് ചെയ്യുക. ഇൻഫെക്ഷൻ ബാധയുള്ള ആ ബ്ലഡ് ഡ്രൈ ആയിട്ടുണ്ടാവും, പക്ഷെ എന്താണ് വേറൊരാള് ടച്ച് ചെയ്യുന്നതിലൂടെ എന്ത് വരാം? ഇൻഫെക്ഷൻ ബാധ മറ്റൊരാൾക്ക് വരാം. നെക്സ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി ഓർ സി. ഇങ്ങനെ എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും സ്പ്രെഡ് ചെയ്യുന്നു. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ? ഹെപ്പറ്റൈറ്റിസ് ലിവർ ഇൻഫെക്ഷൻ ആണ് അല്ലെ? കരൾ വീക്കത്തിനെയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് പലതരം ഉണ്ട് അല്ലെ? എ ബി സി ഡി കേട്ടിട്ടില്ലേ? ഹെപ്പറ്റൈറ്റിസ് എ ബി സി അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ യെല്ലോ ഫീവർ. ഓക്കെ. അപ്പൊ ഈ ബിയും സിയും സ്പ്രെഡ് ചെയ്യുന്നത് ബോഡി ഫ്ലൂയിഡിലേക്കൂടിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള എന്താണ്? ഡ്രൈഡ് ബ്ലഡിൽ കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റുകളിൽ കൂടിയൊക്കെ എന്ത് വരാം? ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും സ്പ്രെഡ് ചെയ്യുന്നു. ബോഡി ഫ്ലൂയിഡിൽ കൂടി സ്പ്രെഡ് ചെയ്യുന്നത് കൊണ്ടാണ് അത് അവിടെ എടുത്തു പറഞ്ഞേക്കുന്നത് കേട്ടോ. ഹെപ്പറ്റൈറ്റിസ് ബി ഓർ സി. ക്ലിയർ ആയോ? ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളിൽ യൂസ് ചെയ്തിട്ടുള്ള അണുബാധയേറ്റിട്ടുള്ള എക്യുപ്മെന്റുകള് അതല്ലെങ്കിൽ നീഡിൽസ് അല്ലെങ്കിൽ ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഗ്ലൗസുകൾ മാറ്റാതെ തന്നെ മറ്റൊരാളിൽ യൂസ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? ഇൻഫെക്ഷൻ ബാധ വരുന്നു. ഓക്കെ ആണോ ഇത്? ഓക്കെ. നെക്സ്റ്റ് ഡ്രോപ്പ്. ഫസ്റ്റ് വൺ കോണ്ടാക്റ്റിലൂടെ അല്ലെ? കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ. രണ്ടാമത്തേത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ഡ്രോപ്ലെറ്റ് എന്ന് പറഞ്ഞാല് തുള്ളികളിലൂടെ ട്രാൻസ്മിഷൻ നടത്തുക, പകരുക. എങ്ങനെയായിരിക്കും തുള്ളികളിലൂടെ പകരാന്ന് പറഞ്ഞാല്? സ്നീസിങ് ആൻഡ് കഫിങ് അല്ലെ? ഒരാള് ചുമയ്ക്കോ അല്ലെങ്കിൽ തുമ്മോ ചെയ്യും, എന്ത് ചെയ്യും? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് അല്ലെ തെറിക്കാറില്ലേ? തുള്ളികൾ തെറിക്കും അല്ലെ? ആ തുള്ളികളിൽ എന്തുണ്ടാവും? ഇൻഫെക്ഷൻസ് ഉണ്ടാവും അല്ലെ? മൈക്രോബ്സുകൾ ഉണ്ടാവും, പാത്തജൻസ് ഉണ്ടാവും, ഇൻഫെക്ഷൻസ് ഉണ്ടാവും. അപ്പൊ അത് എന്ത് ചെയ്യും? കുറച്ചു നേരം എയറിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ? ഡെപ്പോസിറ്റ് ചെയ്തിട്ട് മറ്റൊരാളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഈ തുള്ളികൾ ഇയാൾ ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ തെറിക്കുന്ന തുള്ളികള് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ എന്ത് പറ്റും? ഇയാളുടെ ശരീരത്തിൽ നിന്ന് ഇൻഫെക്ഷൻസ് മറ്റാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. Okay, droplet transmission. Transmission happens when droplet that contain microbes from the infected person are pushed a short distance through the air and deposited on the patient's body. It is main from coughing that droplets are generated from the source person and during the performance of അതായത് നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ എന്താണ്? ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാൾ ചുമയ്ക്കുകയോ അല്ലെങ്കിൽ തുമ്മുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മൈക്രോബ്സുകൾ അല്ലെ? എന്താണ്? പാത്തജൻസ് അടങ്ങിയിരിക്കുന്ന തുള്ളികള് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് തെറിച്ചിട്ട് അതെന്ത് ചെയ്യുന്ന? എയറിൽ കുറച്ചു നേരത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, തങ്ങി നിൽക്കുന്നു. അതെന്നിട്ട് എന്ത് ചെയ്യുന്നു? മറ്റാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ ഡ്രോപ്ലെറ്റിൽ കൂടി, ആ തുള്ളികളിൽ കൂടി മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. നെക്സ്റ്റ്, ഡ്യൂറിംഗ് ദ പെർഫോമൻസ് ഓഫ് സർട്ടൻ പ്രൊസീജിയേഴ്സ് സച്ച് ആസ് ബ്രോങ്കോസ്കോപ്പി. ഇതെന്താണ്? ചില സമയത്ത് സർട്ടൻ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ ഇതെന്തുണ്ട്? ഇങ്ങനെ തുള്ളികളിലൂടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ബ്രോങ്കോസ്കോപ്പി പഠിച്ചോ നിങ്ങൾ? ബ്രോങ്കോസ്കോപ്പി
ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റില് ബ്രോങ്കോസ്കോപ്പി ഉണ്ടല്ലോ. ഓക്കെ, ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാല് നമ്മുടെ ലങ്സിനെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് ശ്വാസം. ഓക്കെ, പറഞ്ഞുതരാം മിസ്. ഒരു പൾമനോളജിസ്റ്റിന്റെ നേതൃത്വത്തില് നമ്മുടെ ലങ്സിനെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും ശ്വാസം കിട്ടുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയറിനെയാണ് ബ്രോങ്കോസ്കോപ്പി എന്ന് പറയുന്നത്. ഒന്നിലെ നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ കൂടി അല്ലെങ്കിൽ വായിന്റെ ഉള്ളിൽ കൂടി ചെറിയ നേർത്ത ട്യൂബുകൾ ഇട്ടിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഒരു പൾമനോളജിസ്റ്റിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ലങ്സിനെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്നതാണ്. അപ്പൊ നമ്മുടെ മൂക്കിലൂടെ അല്ലെങ്കിൽ വായിലൂടെ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ട്യൂബും തുള്ളികള് വരും അല്ലേ? വായിലേക്കൂടി അല്ലെങ്കിൽ മൂക്കിലേക്കൂടി ട്യൂബുകൾ ഇടുമ്പോ ആ ഫ്ലൂയിഡ് ഉണ്ടാവും അല്ലെ? ആ തുള്ളികൾ എന്താണ് വേറൊരാളുടെ ശരീരത്തില് ആവുമ്പോൾ എന്ത് പറ്റും? അയാൾക്കും ഇൻഫെക്ഷൻ ബാധയുണ്ടാക്കുന്നു. ഈ പ്രൊസീജിയറിന്റെ ഭാഗമായി, ഇങ്ങനെയുള്ള പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് മറ്റുള്ള ആളുകൾക്കും ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കുന്നു. ഓക്കെ ആയോ? ബ്രോങ്കോസ്കോപ്പി എന്നത് നമ്മുടെ ശ്വാസകോശം അല്ലെങ്കിൽ ലങ്സിനെയൊക്കെ എക്സാമിൻ ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് നടത്തുന്ന ഒരു പ്രൊസീജിയർ, ഒരു എക്സാമിനേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നതാണ് ബ്രോങ്കോസ്കോപ്പി. അതെന്ന് പറഞ്ഞാൽ ഒരു പൾമനോളജിസ്റ്റിന്റെ നേതൃത്വത്തില് എന്ത് ചെയ്യും? നമ്മുടെ മൂക്കിലൂടെ അതല്ലെങ്കിൽ നമ്മുടെ വായിലൂടെ എന്താണ് ചെറിയ നേരത്തെ ട്യൂബുകൾ ഇട്ടിട്ടായിരിക്കും ഈ പ്രൊസീജിയർ നടത്തുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ ആ ട്യൂബിൽ എന്ത് പറ്റും? ഫ്ലൂയിഡുകൾ പറ്റും അല്ലെ? അപ്പൊ അത് മറ്റൊരാളുടെ ശരീരത്തിലാവുമ്പോ അയാൾക്കും ഇൻഫെക്ഷൻസ് ബാധ വരുന്നു. ഓക്കെ അല്ലേ? ഇനി ആരെങ്കിലും ചോദിച്ചാ ബ്രോങ്കോസ്കോപ്പി അറിയില്ല എന്നറിയോ? ഓക്കെ അപ്പൊ എന്താണ്? അങ്ങനെ ഡ്രോപ്ലെറ്റിലൂടെ ട്രാൻസ്മിഷൻ നടത്താണ്. തുള്ളികളിൽ കൂടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നു. നെക്സ്റ്റ് എയർബോൺ ട്രാൻസ്മിഷൻ. എയർബോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ? വായു കണികകളിൽ കൂടെ എന്ത് വരുന്നു? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നു. ഇങ്ങനെയായിരിക്കും വായുവിലൂടെയുള്ള ട്രാൻസ്മിഷൻ. ഡിസെമിനേഷൻ ക്യാൻ ബി ഐദർ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയൈ. എന്താണ് ന്യൂക്ലിയൈ എന്ന് പറഞ്ഞാൽ? എന്താണ്? എ സ്മോൾ പാർട്ടിക്കിൾ റെസിഡ്യൂ ഓഫ് ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് കണ്ടെയ്ൻ മൈക്രോ ഓർഗാനിസംസ് വിച്ച് റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദ എയർ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. എന്താണ്? വായുവിൽ അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്? എ സ്മോൾ പാർട്ടിക്കിൾ ഓഫ് റെസിഡ്യൂ, അവശിഷ്ടങ്ങൾ, ചെറിയ അവശിഷ്ടങ്ങൾ എന്താണ്? ഡ്രോപ്ലെറ്റിൽ കൂടിയുള്ള തുള്ളികളിൽ കൂടിയുള്ള ഇതിൽ എന്ത് പറ്റുന്നുണ്ട്? ഇൻഫെക്ഷൻസ് കണ്ടെയ്ൻ മൈക്രോ ഓർഗാനിസംസ് അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് അല്ലെ? വിച്ച് റിമെയിൻസ് സസെപ്റ്റഡ് ഇൻ ദ എയർ ഫോർ ലോങ് പീരീഡ് ഓഫ് ടൈം. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് നേരത്തേക്ക് ഇത് സസെപ്റ്റഡ് എന്ന് പറഞ്ഞാല് നിലനിൽക്കുക, തങ്ങി നിൽക്കുന്നു. ഈ ഇൻഫെക്ഷൻസ് എയറില്, വായുവില് തങ്ങി നിൽക്കുന്നു. അപ്പൊ അതെന്റെ ഓർ ഡസ്റ്റ് പാർട്ടിക്കിൾ, അതല്ലെങ്കിൽ പൊടിപടലങ്ങളില് ദാറ്റ് കണ്ടെയ്ൻ ദ ഇൻഫെക്ഷസ് ഏജന്റ്. ഇതെന്തായി പ്രവർത്തിക്കുന്നു? ഇൻഫെക്ഷസ് ഏജന്റ് ആയി, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള ഒരു ഏജന്റ് ആയി പ്രവർത്തിക്കുന്നു. ഇതും എങ്ങനെയാണ് പടരുന്നത്? തുമ്മൽ ചെയ്യുമ്പോ അല്ലെ? തുമ്മുമ്പോൾ അല്ലെങ്കിൽ കഫ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അത് കുറച്ചു നേരത്തേക്ക് ആ പാത്തോജൻസ്, മൈക്രോ ഓർഗാനിസംസ്
എന്ത് ചെയ്യുന്നു? അവിടെയുള്ള വായുകണികകളില് ഒരുപാട് നേരത്തേക്ക് ലോങ് പീരീഡ് ഓഫ് ടൈം എന്നാണല്ലേ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് നേരത്തേക്ക് വായുവില് ഈ പാത്തജൻസ്, ഈ മൈക്രോ ഓർഗാനിസംസ് തങ്ങി നിൽക്കുന്നു. അപ്പൊ ഇതെന്ത് ചെയ്യുന്ന, ഇപ്പൊ ഒരാൾ അവിടെ നിന്ന് സംസാരിക്കുകയാണ് ആ എയറിന്റെ ഇതില്, അപ്പൊ എന്ത് ചെയ്യുന്ന, അയാൾക്കും ഇൻഫെക്ഷൻസ് ബാധ വരുന്നു. നമ്മൾ പൊതുവെ പറയാറുണ്ട് അല്ലെ, ഒരാൾ ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോ എന്ത് ചെയ്യാൻ പറയും? മൂക്കുമായി പൊത്തിപ്പിടിക്കണം എന്ന് പറയാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്? ഇങ്ങനെ സ്പ്രെഡ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ അല്ലെ, മറ്റുള്ളവർക്ക് ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. സ്പ്രെഡ്. അത് തന്നെയാണ് ഇതിൽ എന്താണ്, ഒരാള് ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ എന്താണ് ഈ ഇൻഫെക്ഷൻസ്, അതായത് പാത്തജൻസ്, രോഗകാരികള് എയറില്, വായുവില് ഒരുപാട് നേരത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പൊടിപടലങ്ങളില് ഒരുപാട് നേരത്തേക്ക് തങ്ങി നിൽക്കുന്നു. ഇത് മറ്റുള്ള ആളുകളിലേക്ക് എന്താണ്, പ്രവേശിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നു. നെക്സ്റ്റ്, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. വെഹിക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഏജൻസ് എന്നാണ് കേട്ടോ. എന്താണ് കോമൺ ഏജൻസ്? ഏതൊക്കെ ഏജൻസിലൂടെയാണ്, ഘടകങ്ങളിലൂടെയാണ് ഇൻഫെക്ഷൻസ് spread ചെയ്യുന്നത്? This applies to microorganisms transmitted to the host by contaminated item. എന്താണ് ഇത്? ഹോസ്റ്റിന്റെ ശരീരത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കുന്നത്, ഇൻഫെക്ഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? such as food, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിലൂടെ. എന്താണ് ഫുഡ്? ഭക്ഷണത്തിൽ കൂടെ. വാട്ടർ, വെള്ളത്തിൽ കൂടെ. മെഡിക്കേഷൻസ്, മരുന്നുകളിൽ കൂടെ. ഡിവൈസസ് ആൻഡ് ഉപകരണങ്ങളിൽ കൂടെ. ആൻഡ് എക്യുപ്മെന്റ്സ് ഉപകരണങ്ങളിലൂടെ അല്ലെ. അപ്പൊ നമുക്കറിയാം പണ്ടൊക്കെ യൂസ് ചെയ്തിരുന്നത് ടെമ്പറേച്ചർ നോക്കാൻ യൂസ് ചെയ്തത് എങ്ങനെയുള്ള തെർമോമീറ്റർ ആയിരുന്നു. വായുവിലിടുന്നതായിരുന്നു. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നാക്കിന്റെ അടിയിൽ അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആയ രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്യാണ്ടൊക്കെ അല്ലെ, അവരൊരു ഇതിൽ ലിക്വിഡിൽ മുക്കിയിട്ടിട്ടല്ലേ, മെർക്കുറിയുള്ള ലിക്വിഡിൽ മുക്കിയിട്ടിട്ടല്ലേ അത് സ്റ്റെറിലൈസ്, ഇൻഫെക്ഷൻ ബാധ കളഞ്ഞിട്ട് മറ്റുള്ളവരിൽ യൂസ് ചെയ്യുന്നത്. അത് കറക്റ്റ് രീതിയിലല്ല അവർ ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും? മറ്റൊരു രണ്ടാമത് യൂസ് ചെയ്യുന്ന ആൾക്ക് അല്ലെ ഹോസ്റ്റിന് ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കുന്നില്ലേ? ഇൻഫെക്ഷൻ വരും. അങ്ങനെ എന്താണ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള ഐറ്റംസ്, സാധനങ്ങളിൽ കൂടെയാണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത്. എന്തൊക്കെയാവാം? ഫുഡിൽ കൂടെ, വാട്ടർ, വെള്ളത്തിൽ കൂടെ, മെഡിക്കേഷൻസ്, മരുന്നുകളിൽ കൂടെ, ഡിവൈസസ് അല്ലെ, ഉപകരണങ്ങളിൽ കൂടെ, എക്യുപ്മെന്റുകളിൽ കൂടിയൊക്കെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നു. നെക്സ്റ്റ്, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. വെക്ടർ ബോൺ എന്ന് പറഞ്ഞാല് ലിവിങ് ഓർഗാനിസംസ്, ഇൻസെക്ട്സുകളൊക്കെ ഇല്ലേ, ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസംസ്. നമ്മ പറയാറില്ലേ മോസ്കിറ്റോസ് അല്ലെ, കൊതുകിൽ കൂടി ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ അല്ലെ, എന്തിലെ കൂടിയാണ് അതൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത്? കൊതുകുകളിൽ കൂടിയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലിവിങ് ഓർഗാനിസംസിൽ കൂടെ, ഇൻസെക്ട്സിൽ കൂടെ, ലിവിങ് ഓർഗാനിസംസിലൂടെ ഇൻഫെക്ഷൻസിനെ സ്പ്രെഡ് ചെയ്യുന്ന രീതിയെയാണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഏജൻസ് അല്ലെങ്കിൽ ഐറ്റത്തിൽ കൂടെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. എയർബോൺ എന്ന് പറഞ്ഞാല് എയറിൽ കൂടി, വായുവിൽ കൂടി ട്രാൻസ്മിഷൻ നടത്തുന്നത്. നെക്സ്റ്റ് ആദ്യത്തേത് മറ്റേത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, തുള്ളികളിൽ കൂടി അല്ലെ. അപ്പൊ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാല് ദിസ് ഒക്കേഴ്സ് വെൻ സച്ച് ആസ് മോസ്കിറ്റോ. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഒക്കർ ചെയ്യുന്നത്? മോസ്കിറ്റോസ്, കൊതുകുകളിൽ കൂടി, ഫ്ലൈസ്, ഈച്ചകളിൽ കൂടി, റാറ്റ്സ്, എലികളിൽ കൂടി, ആൻഡ് അതർ വെർമിൻ ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസം. ഈ മറ്റുള്ള കീടങ്ങൾ, വെർമിനറായ കീടങ്ങൾ എന്ത് ചെയ്യുന്ന, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, മൈക്രോ ഓർഗാനിസംസ് ഇനി പരത്തുന്നു, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. നമുക്കറിയാലേ എലിപ്പനി, റാറ്റ്സ് ഇല്ലേ,
എലിപ്പനിയൊക്കെ കേട്ടിട്ടില്ല. മൈക്രോ ഓർഗാനിസംസിലൂടെ എന്താണ് ലിവിങ് ഓർഗാനിസംസിലൂടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 5 എണ്ണം. ഓക്കെ. നെക്സ്റ്റ് പ്രിവെൻഷൻ. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനുള്ള പ്രിവെൻഷൻസ് മെത്തേഡുകൾ എന്തെല്ലാമാണ് നമുക്കറിയാം. ഏതൊക്കെ രീതിയിലാണ് ഹോസ്പിറ്റലില് ഈ ഇൻഫെക്ഷൻസിനെ സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നത്? ഏതൊക്കെ രീതിയിലാണ്? കേട്ടിട്ടില്ലേ? ഇൻഫെക്ഷൻസിനെ മാസ്കുകൾ ധരിക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീനിങ്, സാനിറ്റേഷൻ പ്രൊസീജിയേഴ്സ് നടത്തും. ഐസൊലേഷൻ അല്ലെ, കൊറോണയും നിപ്പൊക്കെ വന്നപ്പോ നമ്മ അല്ലെ ഫേമസ് ആയ ഒരു മെത്തേഡാണ് അല്ലെ ഐസൊലേഷൻ. ക്വാറന്റൈനിൽ താമസിപ്പിക്കുക അല്ലെ. സാനിറ്റേഷൻ, ഹാൻഡ് വാഷിങ്, ഓക്കെ. PPE എക്യുപ്മെന്റുകൾ അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ, ഗ്ലൗസ്, മാസ്ക്, അങ്ങനെയുള്ള സാധനങ്ങൾ വിയർ ചെയ്യാം. ഡിസ്റ്റൻസ് കീപ്പിംഗ്. ഓക്കെ, നോക്കാം നമുക്ക്. നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയുള്ളൂ ഇതിലും നിങ്ങൾക്ക് പഠിക്കാനിട്ടാ. പ്രിവെൻഷൻ. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാല് കൺട്രോളിംഗ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഈസ് ടു ഇംപ്ലിമെന്റ് QA or QC measures to the healthcare sectors. എന്താണ് ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ, അതായത് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ എന്ത് ചെയ്യുക? നോസോകോമിയൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാതിരിക്കാന് ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി കൺട്രോൾ പ്രോഗ്രാമുകൾ, മെഷേഴ്സ് നടപ്പിലാക്കുക. ഗുണനിലവാരമുള്ളത് അല്ലെ, അവിടെ നിന്ന് കൊടുക്കുന്ന സർവീസുകളായിക്കോട്ടെ, ട്രീറ്റ്മെന്റുകളായിക്കോട്ടെ, ഡയഗ്നോസിസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും ക്വാളിറ്റി ഉറപ്പുള്ളതും ഗുണനിലവാര നിയന്ത്രണങ്ങൾ വരുത്തിയതുമായ പ്രവർത്തനങ്ങൾ, മെഷേഴ്സ് അതായത് പ്രവർത്തനങ്ങൾ നൽകുക, ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക അല്ലെ. നമ്മ പറഞ്ഞു അല്ലെ, ഫാർമസി പഠിച്ചപ്പോ പറഞ്ഞ അവിടുത്തെ മെഡിസിനുകൾ എന്ത് ചെയ്യാം? ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം അല്ലെ. അതേപോലെ അവിടെ നടത്തുന്ന പ്രൊസീജിയേഴ്സ്, നടപടിക്രമങ്ങൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് കൊടുക്കുന്ന സർവീസുകൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് നടത്തുന്ന ടെസ്റ്റുകളൊക്കെ എന്താണ്? ഗുണനിലവാരം ഉറപ്പ് നൽകിയതും ഗുണനിലവാരം നിയന്ത്രണം ചെയ്തതുമായ കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക അല്ലെ. അപ്പൊ എന്താണ്? ഒരാൾ ഇൻജെക്ട് ചെയ്ത സിറിഞ്ച് യൂസ് ചെയ്യാതിരിക്കുക, ഒരാൾ എന്താണ് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഗ്ലൗസുകൾ റിമൂവ് ചെയ്ത് വേറെ ധരിക്കുക. എല്ലായിടത്തും എന്ത് ചെയ്യുക? ക്വാളിറ്റിയുള്ള ഗുണനിലവാരമുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഇതെന്ത് ചെയ്യാൻ പറ്റും? നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ, നിയന്ത്രിക്കുന്നതിനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ക്യാൻ ബി ഫീസിബിൾ അപ്രോച്ച്. കൂടാതെ എന്താണ്? എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള മാനേജ്മെന്റ്, എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ആണ് നമുക്ക് പ്രായോഗികമായി നടപ്പാക്കാൻ പറ്റുന്ന ഒരു സമീപനം എന്ന് പറയുന്നത്. എവിഡൻസ് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്തങ്ങാട്ട് നമുക്ക് എന്ത് ചെയ്യുക? ഡിസിഷൻ എടുക്കുക, അതിനുവേണ്ട തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പൊ നമുക്ക് കൊറോണ വന്നപ്പോ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇത്ര മീറ്റർ അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക അല്ലെ, ഹാൻഡ് വാഷ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഹാൻഡ് സ്റ്റെറിലൈസ് ചെയ്യുക. ഇതൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് നമ്മുടെ അടുത്ത് പറഞ്ഞത്? വെറുതെ പറയാണോ ചെയ്തത്? അല്ല അല്ലെ, അല്ല. അവരെന്താ? അതിന് റിസർച്ചുകൾ നടത്തി അല്ലെ, എവിഡൻസുകൾ അല്ലെ, പ്രായോഗികമാക്കിയിട്ടല്ലേ അവര് പറഞ്ഞത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ഒരു പരിധി വരെ അല്ലെ ഇൻഫെക്ഷൻസിനെ സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്ന് കൺട്രോൾ ചെയ്യാം എന്നല്ലേ അവര് പറഞ്ഞേ.
അപ്പൊ അങ്ങനെയുള്ള ഒരു സമീപനത്തെയാണ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ്? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്തിട്ട് അതിനു വേണ്ടി ഇപ്പൊ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ, ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നു എന്നുള്ളത് അവരെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ആവശ്യമായ എവിഡൻസുകൾ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അവരതിനു വേണ്ട തീരുമാനങ്ങൾ, ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ, ഈ ഇൻഫെക്ഷൻസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വരാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പ്രാവർത്തികമാക്കാൻ പറ്റും, അങ്ങനെ ഡിസിഷൻ എടുക്കുന്നതിനെയാണ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ അവിടെ ഐസൊലേഷൻ കൊണ്ടുവന്നത് അല്ലെ, അവരതൊക്കെ പ്രാവർത്തികമാക്കി ചെയ്ത് നോക്കിയിട്ടാണ് അവർക്ക് മനസ്സിലായത്. അങ്ങനെ ഒരാളെ, ഒരു രോഗിയെ, ഇപ്പൊ കൊറോണ വന്നിട്ടുള്ള ഒരാളെ നമുക്ക് ഐസൊലേഷൻ ചെയ്ത് ഒരു റൂമിൽ ഒറ്റയ്ക്ക് അയാളെ താമസിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? മറ്റുള്ളവരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാന്ന് അല്ലെ. അവരത് ചെയ്ത് നോക്കിയിട്ടാണ് അവര് അത് കറക്റ്റ് ഇതിൽ എത്തിച്ചേർന്നത്. അങ്ങനെ എവിഡൻസ് ബേസ് ചെയ്തെങ്ങാണ്ട് ഡിസിഷൻ എടുക്കുന്നതിനെയാണ് എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ അത്? ഓക്കെ. അപ്പൊ മിസ്റ്ററിന്റെ അടുത്ത ഭാഗങ്ങളൊന്ന് നോക്കിയേ, എല്ലാവരും ക്ലിയർ ആയോ എന്നൊന്ന് നോക്കിയേ. ഹാൻഡ് ബോൺ ആണ്, ഹാൻഡ് ബോൺ, കൈവഴി, കോണ്ടാക്റ്റിലൂടെ അല്ലെങ്കിൽ കൈവഴിയിലൂടെ. കത്തീറ്റർ എന്ന് പറഞ്ഞാൽ കത്തീറ്ററൈസേഷൻ പ്രോസസ്സ്. നമ്മൾ ഈ ട്യൂബുകളൊക്കെ ഇടൂലേ, യൂറിനൽ കത്തീറ്റർ എന്ന് പറഞ്ഞാല് എന്താണ്? നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ട്യൂബുകളൊക്കെ ഇടുന്നതിനെയാണ് കത്തീറ്ററൈസേഷൻ എന്ന് പറയുന്നത്. ചെറിയ നേരത്തെ ട്യൂബുകളൊക്കെ ഇട്ട്. HA എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷന് പറയുന്ന വേറൊരു പേരാണ് HAI, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. എന്താ ചെയ്യാ? അതൊക്കെ ആദ്യം തന്നെ എടുത്താണല്ലോ, ഫസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായില്ല. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാല് ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നതാണ് കേട്ടാ. അപ്പൊ ജസ്റ്റ് കഴിഞ്ഞ ദിവസം മിസ് എടുത്ത ക്ലാസ് ഒന്ന് റെക്കോർഡഡ് ക്ലാസ് കാണാം, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടാ. ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തുമ്മുകയോ അതല്ലെങ്കിൽ ചുമക്കുകയോ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് തുള്ളികൾ പുറത്തേക്ക് തെറിക്കും അല്ലേ? അല്ലേ? അങ്ങനെയല്ലേ പൊതുവേ? അപ്പൊ എന്ത് ചെയ്യും? അതിൽ എന്തുണ്ടാവും? ഇൻഫെക്ഷൻസ് ഉണ്ടാവും അല്ലെ? നമ്മുടെ ശരീരത്തിലുള്ള പാത്തജൻസ് ആ തുള്ളികളിൽ ഉണ്ടാവില്ലേ? എന്നിട്ട് ആ തുള്ളികളിലുള്ള പാത്തജൻസ് എന്ത് ചെയ്യും? എയറിൽ ഡെപ്പോസിറ്റ് ചെയ്യും, എയറിൽ തങ്ങി നിൽക്കും. ആ പാത്തജൻസ് അങ്ങനെ എന്ത് ചെയ്യാം? മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക്, വേറെ ആളുകളുടെ ശരീരത്തിലേക്ക് ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കുന്നു. അതിനെയാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നമുക്ക് കഫ് ചെയ്യുക അല്ലെങ്കിൽ തുമ്മ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? നമ്മുടെ ശരീരത്തെ നമ്മുടെ വായിൽ നിന്ന് അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് തെറിക്കുന്ന തുള്ളികളിലൂടെ എന്ത് ചെയ്യും? പാത്തജൻസിനെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ്, രോഗാണുക്കള് കുറച്ചു നേരം എയറിൽ തങ്ങി നിൽക്കുന്നു. അതെന്ത് ചെയ്യാം? ആ തങ്ങി നിൽക്കുന്ന പാത്തജൻസ് മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് അവർക്കും ഇൻഫെക്ഷൻ ബാധ ഉണ്ടാകും.
വിധേയമാക്കുക. ഇത് കൂടുതലായിട്ട് during the performance of certain procedures such as bronchoscopy, എന്താ ബ്രോങ്കോസ്കോപ്പി പ്രൊസീജിയർ ഒക്കെ ചെയ്യുമ്പോ അതെന്താണ്, ട്യൂബുകൾ നമ്മുടെ മൂക്കിലൂടെ അല്ലെങ്കിൽ വായുവിലൂടെയൊക്കെ ആയിരിക്കും ആ ട്യൂബ് കടത്തിവിടുന്നത്. അപ്പൊ അതിന്റെയും ആ ട്യൂബ് ഫ്ലൂയിഡ്സുകൾ ഉണ്ടാവും അല്ലെ നമ്മുടെ വായിലെ അല്ലെങ്കിൽ മൂക്കിലെ. അപ്പൊ അത് വേറൊരാളുടെ ശരീരത്തിലേക്ക് ആയി കഴിയുമ്പോൾ അവർക്കും ഇൻഫെക്ഷൻ ബാധ ഉണ്ടാക്കുന്നു. ക്ലിയർ ആയോ? ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാലേ എന്താണ്, ഒരു ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ ഉപയോഗിച്ച് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള നീഡിൽസുകള്, സൂചികള്, അതല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റുകള്, ഉപകരണങ്ങള്, അതല്ലെങ്കിൽ ഡ്രസ്സ് അല്ലെ. ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളുടെ ഉപയോഗിച്ച ഡ്രസ്സ് വേറൊരാൾ തൊടുക അല്ലെങ്കിൽ യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരാളെ പരിശോധിക്കാനായിട്ട് ഉപയോഗിച്ച ഗ്ലൗസ്, ഡോക്ടർ അല്ലെങ്കിൽ നഴ്സ് യൂസ് ചെയ്യുന്ന ഗ്ലൗസ് അവരത് ഊരാതെ തന്നെ വേറൊരാളെ പരിശോധിക്കാൻ ഉപയോഗിക്കുക. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് ഇൻഫെക്ഷൻസ് അയാളുടെ ശരീരത്തിൽ നിന്ന് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. നേരിട്ടുള്ള ടച്ചിങ്ങിലൂടെ അല്ലാതെ അയാളുടെ ശരീരത്തിൽ ഉപയോഗിച്ച് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഓക്കെ. മിസ്സിന് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. മിസ് ട്രീസ ടീച്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. Thank you, ma'am. വിധേയമാകുന്ന കേട്ടോ, വിധേയമാകുന്ന. Thank you, ma'am. Thank you, ma'am. Thank you all.